ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഹലോ. അതെ. അതെ, ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് ഈ ആറെണ്ണൻ്റെ കുറച്ച് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. സോ ലോസ് ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായി. ബൈനറി ക്രോസ് എൻട്രോപ്പി ആയിരുന്നു നമ്മൾ കൊടുത്തത്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് അതിനുശേഷം നമ്മൾ സമ്മറി കൊടുത്തായിരുന്നു. സമ്മറീൻ്റെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. Then history equals model data fit എക്സ് ട്രെയിൻ, വൈ ട്രെയിൻ, എപ്പോക്സ് കൊടുത്തിട്ടുണ്ടായി. അതേപോലെ തന്നെ ബാച്ച് സൈസ് കൊടുത്തിട്ടുണ്ടായി. വാലിഡേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്തു. സോ നമുക്കിനി നെക്സ്റ്റ് ലോസ് ആക്യുറസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മോഡൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ദെൻ സ്ക്രീൻ വിസിബിൾ അല്ലേ? വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇല്ല. ദെൻ ലോസ് കോമ നെക്സ്റ്റ് ആക്യുറസി ആണ്. സോ ആക്യുറസി കൊടുക്കുന്നുണ്ട്. ആക്യുറസി ഈക്വൽസ് എന്ത് കൊടുക്കാം? മോഡൽ ഡോട്ട് ഇവാലുവേറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇവാലുവേറ്റ് ചെയ്യണം. സോ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. then അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ ടെസ്റ്റ് ലോസ് കോളൻ കോമ ലോസ്, അതേപോലെ തന്നെ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, ടെസ്റ്റ് ആക്യുറസി കൊടുക്കുക, കോളൻ സ്പേസ് ഇടുക, കോമ സിംഗിൾ കോട്സ് ക്ലോസ് ചെയ്ത് അങ്ങേറ്റത്തായിരുന്നു കേട്ടോ. ക്ലോസ് കഴിഞ്ഞിട്ടുള്ള കോട്സ് ഇവിടെ ക്ലോസ് ചെയ്യുക. then അതേപോലെ തന്നെ ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ആക്യുറസി കൊടുക്കുന്നുണ്ട്. then അതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ അത് കുറച്ച് ടൈം എടുക്കും. then ലോസും ആക്യുറസിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാറ്റേൻ്റെ ഒരു ഓവർവ്യൂ കിട്ടും. എത്രത്തോളം ലോസ് ഉണ്ട്, എത്രത്തോളം ആക്യുറസി വരുന്നു എന്നുള്ളൊരു ആവറേജ് ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടും. then അത് വെച്ചിട്ട് നമുക്ക് ആണെങ്കിൽ മെട്രിക്സ് വിഷ്വലൈസ് ചെയ്യുന്ന പോലെ ലോസിൻ്റെ പ്ലോട്ടും അതേപോലെ ആക്യുറസിൻ്റെ പ്ലോട്ടൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആസ് ദ സെയിം വേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിഡിക്ഷൻസും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. ചേഞ്ച് അല്ല, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ടെസ്റ്റ് ലോസ് എന്ന് പറയുന്നത് 0.69 വരുന്നുണ്ട്. ആക്യുറസിയും 0.73 എന്നുള്ള രീതിക്കാണ് കാണിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ട്രെയിനിങ് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. മാറ്റ്പ്ലോട്ലിപ്പ് ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് ക്വറീസ് കൊടുക്കാം. plt ഡോട്ട് പ്ലോട്ട് കൊടുക്കുക ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഹിസ്റ്ററി സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കുക? ആക്യുറസി കൊടുക്കുക, കോമ ലേബൽ ഈക്വൽസ് സിംഗിൾ കോട്സിൽ ട്രെയിൻ ആക്യുറസി കൊടുക്കുന്നുണ്ട്. ട്രെയിൻ ആക്യുറസി കൊടുത്തിട്ടുണ്ട്. then അതേപോലെ നമുക്ക് പ്ലോട്ടും കൂടി വേണം. സോ plt ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക? ഹിസ്റ്ററി ഫംഗ്ഷൻ ബ്രാക്കറ്റ് അല്ല, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് വാലിഡേഷൻ ആക്യുറസി ആണ് കേട്ടോ. സോ val_accuracy, അതേപോലെ തന്നെ ഇതിൻ്റെ ലാബിലും കൂടി കൊടുക്കുക വാലിഡേഷൻ ആക്യുറസി എന്ന് പറഞ്ഞിട്ട്, കോമ ലേബൽ ഈക്വൽസ് സിംഗിൾ കോട്സിൽ വാലിഡേഷൻ ആക്യുറസി ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ലൈനിൽ
plt dot legend function brackets the next line plt dot show കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. അത് ഓപ്ഷണൽ ആണ്. ഫസ്റ്റ് വൺ ആക്യുറസി പ്ലോട്ട് ആണ് നമ്മൾ കൊടുത്തത്. ഇനി നെക്സ്റ്റ് പ്ലോട്ട് എന്ന് പറയുന്നത് ലോസിന്റെ പ്ലോട്ടും കൂടി ഈ ഒരു സെക്ഷനിൽ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. സോ plt dot plot ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, ഹിസ്റ്ററി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സെയിം പാറ്റേൺ ആണ്. ആക്യുറസിക്ക് പകരം ഇവിടെ കൊടുക്കുന്നത് ലോസ് ആണ്. ലോസ് കൊടുത്തിട്ടുണ്ട്, കോമ ലേബൽ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ട്രെയിൻ ലോസ് കൊടുക്കുക. അതേപോലെ ഓക്കെ പ്ലോട്ട് അതിന് ശേഷം ഒരു വന്നിട്ടുണ്ട്, പ്ലോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ബാക്കിയും കൂടി കൊടുക്കാം. plt dot plot ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഹിസ്റ്ററി സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ val underscore loss കോമ ലേബൽ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, വാലിഡേഷൻ ലോസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സോ വാലിഡേഷൻ ലോസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ plt dot legend ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ദെൻ റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിതിൻ്റെ വിഷ്വലൈസേഷൻ കിട്ടും. സോ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അതേപോലെ തന്നെ ഓക്കെ മാറ്റ്പ്ലോട്ലിബ് അപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഇല്ല, അതുകൊണ്ടാണ് ഒരു ഇഷ്യൂ വന്നത്. സോ ഇമ്പോർട്ട് ഇത് കൊടുക്കുക, മാറ്റ്പ്ലോട്ലിബ് ഡോട്ട് പ്ലോട്ട് ആസ് plt കൊടുക്കാം. ഇതെന്തായിരിക്കും സ്ക്രോൾ ചെയ്യുക, റൺ ചെയ്ത് നോക്കാം. ഹിസ്റ്ററി ഓക്കെ ഒരു വൈ മിസ്സായിട്ടുണ്ട്. നെക്സ്റ്റ് എറർ ലൈൻ നമ്പർ 5 ലെജൻഡ് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഹിസ്റ്ററി കൊടുത്തില്ലായിരുന്നു. ഇതേപോലെ ഇവിടെയും കൊടുക്കാം ഡോട്ട് ഹിസ്റ്ററി. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ വിഷ്വലൈസേഷൻ നോക്കാം. സോ ട്രെയിനിങ് ആക്യുറസി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് പോകുന്നത്. അതിൻ്റെ വാലിഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ് വരച്ച പോലെയാണ് അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡാറ്റ പോകുന്നത്. നമുക്കിനി ഈ ഒരു ഡാറ്റ വെച്ചിട്ട് പ്രിഡിക്ഷൻ ഒന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ പ്രിഡിക്ഷൻ വരുന്നതെന്നുള്ളത്. ഓക്കെ IMDb ഇൻ്റർനെറ്റ് റിവ്യൂ ഡാറ്റ സെറ്റ് ആയിരുന്നു, ചെക്ക് ചെയ്ത് നോക്കാം. കൊടുക്കാം predictions equals model dot predict ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് 5 കൊടുക്കുന്നുണ്ട്. സോ അൺടിൽ 5 വരെ ആയിരിക്കും അത് ഹൈഡ്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റിൽ പ്രിഡിക്ഷൻസ് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ഫങ്ഷൻസിൻ്റെ ഉള്ളിൽ പ്രിഡിക്ഷൻസ് കൊടുക്കുക. ദെൻ പ്രിഡിക്റ്റഡ് ലേബൽസ് വേണം നമുക്ക്. predicted underscore labels equals ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, prediction greater than 0.5 കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്താണ് ബൈനറി സെൻറ്റിമെൻറ്റേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുവാണ്. 0 ആണെങ്കിൽ നെഗറ്റീവ്, 1 ആണെങ്കിൽ പോസിറ്റീവ് എന്നുള്ള രീതിക്ക് നമ്മളിവിടെ കണ്ടീഷൻ കൊടുക്കുകയാണ് ചെയ്തത്. 0.5നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ 0 ആയിട്ടും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ഫ്ലോട്ടിങ്ങിനെ നമ്മൾ ഇൻറ്റീജറിലേക്ക് കൺവേർഷൻ ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. സോ ടൈപ്പിൻ്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, ഇൻറ്റ് 32 കൊടുക്കുന്നുണ്ട്. 32 ബിറ്റ് സ്പേസ് മെമ്മറി സ്പേസ് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈനിൽ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സോ പ്രിഡിക്റ്റഡ് ലേബൽസ് കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ പ്രിൻ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ട്രൂ ലേബൽസ് കൊടുക്കുന്നുണ്ട്. സോ ട്രൂ ലേബൽസ് എന്ന് പറഞ്ഞിട്ട് കീ വാല്യൂ പേർ കൊടുക്കും. ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. കോമ വൈ ടെസ്റ്റ് പ്ലസ് അല്ല വൈ ടെസ്റ്റ്. സോ വൈ ടെസ്റ്റ് ഓഫ് അതിൻ്റെ ഫസ്റ്റ് 5 വാല്യൂസും എന്ത് ചെയ്തെടുക്കുന്നുണ്ട്, കോളൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം.
സോ ആക്ച്വൽ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രെഡിക്റ്റഡ് ലേബൽസ് വരുന്നത് 0.9 0. ആ ഒരു പെർസെൻറ്റേജ് ലെവലാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്തു, ട്രൂ ലേബൽസിനെ എന്ത് ചെയ്തിട്ടുണ്ടായി, ആ ഒരു പെർസെൻറ്റേജ് ബേസിസിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായി. >0.5 ആയിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തത്. സോ അതിൻ്റെ ബേസിസിലാണ് നമുക്ക് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് 0 ആണെങ്കിൽ -1 ആണെങ്കിൽ പോസിറ്റീവ് എന്നുള്ള രീതിക്ക് നമുക്ക് ആ വാല്യൂസ് കണ്ടാലേ അറിയാം. 0.1 എന്ന് പറയുന്നത് എന്താണ്, 0 ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റത്തെ. സോ അതേപോലെ തന്നെ 0.1 ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. 0.96 എന്ന് പറയുമ്പോൾ 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. 0.3 എന്ന് പറയുന്നത് 0 ആയിട്ട് തന്നെയാണ്, അതായത് 0.5നേക്കാളും ലോവർ ആണെങ്കിൽ 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല, 0 ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബേസിസിലാണ് ഇതിൻ്റെ വർക്കിംഗ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി റിവ്യൂവിനെ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കണമെങ്കിൽ അത് ഇച്ചിരി ടാസ്ക് ഉണ്ട് അല്ലേ. സോ ജോയിൻ ചെയ്യണം, അങ്ങനെ കുറച്ച് ഫങ്ഷണാലിറ്റീസ് നമ്മൾ ആഡ് ഓൺ ചെയ്യണം. സോ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിവ്യൂവിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ പോവാണ്. സോ ഫസ്റ്റ് തന്നെ വേർഡിൻ്റെ ഇൻഡെക്സ് നമുക്ക് മാപ്പ് ചെയ്യണം. അത് ഫങ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലോഡ് ദ വേർഡ് ഇൻഡെക്സ് മാപ്പിംഗ്. നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക, വേർഡ് ഇൻഡെക്സ് കൊടുക്കുക. സോ വേർഡ് അണ്ടർസ്കോർ ഇൻഡെക്സ് ഈക്വൽസ് tf dot keras dot datasets dot imdb dot get underscore word underscore index function brackets. The next line അതിൻ്റെ റിവേഴ്സ് ചെയ്യുന്നത്, റിവേഴ്സ് മാപ്പിങ്ങിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, എല്ലാ ഇൻഡെക്സിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് എന്താക്കണം, നമുക്ക് വേർഡ് ആക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് റിവേഴ്സ് മാപ്പിംഗ് ഇപ്പോൾ ചെയ്യുന്നത്. സോ റിവേഴ്സ് അണ്ടർസ്കോർ വേർഡ് അണ്ടർസ്കോർ കൊടുക്കുക ഇൻഡെക്സ് ഈക്വൽസ് കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ വാല്യൂ +3 കൊടുക്കുന്നുണ്ട്, കോളൻ കീ ഫോമ വാല്യൂ. നമ്മൾ ഡിക്ഷണറീനെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു ഫോമാറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഐറ്ററേഷൻ സെറ്റ് ചെയ്യുന്നത്. സോ ഇൻ വേർഡ് അണ്ടർസ്കോർ ഇൻഡെക്സ് ഡോട്ട് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഫങ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ്, കോംപ്രിഹെൻസേഷൻ, ലിസ്റ്റ് കോംപ്രിഹെൻസേഷൻ കൊടുക്കില്ല, ഇതേപോലെ ഡിക്ഷണറി കോംപ്രിഹെൻസേഷനാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സോ കീ വാല്യൂ പെയർ ഉണ്ടെങ്കിൽ, അതായത് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കീ വാല്യൂ പെയർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, കീൻ്റെ വാല്യൂ, ആ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ, ഐറ്റം ഉണ്ടെങ്കിൽ കീൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ പാസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്ന കാര്യങ്ങളും വാല്യൂൻ്റെ ഒപ്പം +3 ആഡ് ചെയ്യാനുള്ള ഓപ്പറേഷനൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ദെൻ നെക്സ്റ്റ് എന്ത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ഇൻഡെക്സും കൂടെ കിട്ടണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, റിവേഴ്സ് അണ്ടർസ്കോർ വേർഡ് അണ്ടർസ്കോർ ഇൻഡെക്സ്, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 0 കൊടുക്കുക. 0 എന്ന് പറഞ്ഞിട്ട് ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ കോട്ട്സ്, അതായത് ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സ് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ ആംഗിൾ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ PAD കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു സെയിം സംഭവം തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. ഞാൻ തൽക്കാലത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ലൈനിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ 0 ശേഷം 1 കൊടുക്കുക, ഈക്വൽസ് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ആസ് ദ സെയിം വേ നെക്സ്റ്റ് ലൈനിലും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ റൂട്ട് പകരം ഇവിടെ കൊടുക്കുന്നത് 2 ആണ്. ഈക്വൽസ് എന്ന് കൊടുക്കുക, സെയിം വേ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ UK കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ഫങ്ഷനും കൂടി വേണം. സോ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഡെഫ് ഡീകോഡ് തന്നെയാണ് കേട്ടോ ഒരു ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുന്നത്, ഡീകോഡ് റിവ്യൂ
ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ് ടെസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സിനുള്ളിൽ 0 ഇൻഡെക്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് വേണ്ട, അത് നമുക്ക് പ്രിൻറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഇവിടെ എൻകോഡർ റിവ്യൂ ആണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. സോ എൻകോഡർ അണ്ടർസ്കോർ റിവ്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ഞാൻ കൊടുക്കുന്നത് ആർഗ്യുമെൻ്റ് ആയിട്ട്. അത് കംപ്ലീറ്റ്ലി നമ്മൾ പാസ് ചെയ്യുന്ന ഫംഗ്ഷൻ കോളിൽ നമ്മൾ എന്താണ് പാസ് ചെയ്യുന്നത് അത് നമുക്ക് റീപ്ലേസ് ആയിക്കോളും. ദെൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്താണ്, നമുക്ക് ജോയിൻ ചെയ്തിട്ട് വേണം അല്ലേ. സോ ഒരു സ്പേസ് വെച്ചിട്ട് ആ ഓരോ വേർഡ്സിനെയും ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് ഔട്ട്പുട്ട് റിവ്യൂ വരാൻ വേണ്ടിയിട്ട്. സോ ജോയിൻ കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് അണ്ടർസ്കോർ വേർഡ് അണ്ടർസ്കോർ ഇൻഡെക്സ് ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഐ കോമ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ദെൻ ആ ബ്രാക്കറ്റിന് ശേഷം ഫോർ ഐ ഇൻ എൻകോഡഡ് റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ലൈനിൽ പ്രിൻ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡി കോഡ് അണ്ടർസ്കോർ റിവ്യൂ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 0 കൊടുക്കുക. then നെക്സ്റ്റ് ലൈനിൽ പ്രിൻ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ പ്രിഡിക്ഷൻ കോളൻ സ്പേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കോമ. എന്താണ്, പോസിറ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. ഒരു ഇഫ് കണ്ടീഷനും കൂടി നമ്മൾ ഡയറക്റ്റ്ലി അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിയണം. പോസിറ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം, ഇഫ് predicted labels സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0 കൊടുക്കുക, ഡബിൾ ഈക്വൽസ് 1 അല്ലെങ്കിൽ എൽസ് കൊടുക്കുക, സ്പേസ് ഇട്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ അത് ഇഷ്യൂ ആയിരിക്കും. സോ എൽസ് കൊടുത്തതിന് ശേഷം കൊടുക്കുക. അതല്ലെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ അത് കൊടുക്കുക, നെഗറ്റീവ് കൊടുക്കുന്നുണ്ട്. സോ ആസ് എ സെയിം വേ എന്താണ്, ഇവിടെ നമ്മൾ പ്രിഡിക്റ്റഡ് ലേബിൾസ് ആണ് ചെക്ക് ചെയ്തത്. ഇത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ അതിൽ ചെറിയ ചേഞ്ചസ് വരുത്താനുണ്ട്, കോപ്പി ദെൻ തൊട്ട് താഴെയായിട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രഡിക്ഷന് പകരം ട്രൂ വാല്യൂസ് അല്ലെങ്കിൽ ട്രൂ ലേബിൾ കൊടുത്താലും മതി. സോ ട്രൂ ലേബിൾ കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം പോസിറ്റീവ്. പ്രിഡിക്റ്റഡ് ലേബിളിന് വരെ ഇവിടെ കൊടുക്കേണ്ടത് വൈ ടെസ്റ്റ് ആണ്. ആ ഒരു ഡിഫറൻസ് ഇവിടെയുണ്ട്. വൈ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വൈ ടെസ്റ്റ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എൽസ് നെഗറ്റീവ് എന്നുള്ള രീതിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിസ്റ്റ് കോംപ്രിഹെൻസേഷൻ കൊടുക്കുന്ന പോലെ തന്നെ ഫോർ ലൂപ്പും നമുക്ക് ഇതേപോലെ സെയിം ഫോർമാറ്റിൽ കൊടുക്കാൻ പറ്റും. ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിക്ഷണറിൻ്റെ കീ വാല്യൂ പെയർ കൊടുത്തതും അതേപോലെ ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തൊക്കെ ആ ഒരു സെയിം മോഡൽ തന്നെയാണ് കേട്ടോ. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ റിവ്യൂസ് എങ്ങനെയാണ് വരുന്നത്, പ്രിഡിക്റ്റഡും ട്രൂ ലേബിൾ എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കുറേ പാഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. സോ ആക്ച്വലി എന്താണ്, പ്ലീസ് ഗിവ് ദിസ് വൺ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ കാസ്റ്റ് റെൻഡറിംഗ് പോസിബിൾ ടെറിബിൾ പെർഫോമൻസസ്. ദ ഷോ വാസ് ഫ്ലാറ്റ്, പെർഫോമൻസ് വാസ് ക്വിറ്റ്. So all you million fans give this a mess. സോ പ്രിഡിക്ഷനും നെഗറ്റീവ് ആണ്, ട്രൂ ലേബിളും നെഗറ്റീവ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. പ്ലസ് 1 വേർഡ് ഇൻഡെക്സ് പാഡ് റിപ്പീറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. ദെൻ സ്റ്റാർട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഒരു സെയിം സംഭവം തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോപ്പി ചെയ്യാം. 0ക്ക് പകരം കൊടുക്കാം 1 or 2 വേറെ ഏതെങ്കിലും ഇൻഡെക്സ് നമ്പർ കൊടുത്ത് നോക്കാം. 5 കൊടുത്ത് നോക്കാം. സോ ഇവിടെയും 5 ആക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുത്താലും മതി.
ഫോർ ലുക്കോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ദെൻ ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ആസ് ദ സെയിം വേ സ്റ്റാർട്ട് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയിട്ട് അബ്സല്യൂട്ട്ലി ഡിസ്റ്റിംഗ്വിഷ് ദിസ് movie isn't being solved. All who love this movie should be who love this. Okay, predicted index 5 is out of context. Okay, റിവ്യൂ അവിടെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 3 കൊടുക്കുന്നുണ്ട്. ഔട്ട് ഓഫ് കൗണ്ട് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കണം. സോ ഇൻഡെക്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. നിലയിൽ അവൈലബിൾ ആവാണ്ടിരിക്കുക. ഇൻഡെക്സ് അവൈലബിൾ ആവാത്ത സമയത്താണ് ഇൻഡെക്സ് ഔട്ട് ഓഫ് കൗണ്ട് വരാം. സോ 3 അവൈലബിൾ ആണ്. സോ നമുക്ക് എന്താണ്, ഐ ജനറലി ലവ് ദിസ് ടൈപ്പ് ഓഫ് മൂവി. ഹൗവർ ട്രൂ ആയിരുന്നു, ബട്ട് നെഗറ്റീവ് ആയിട്ടാണ്. ബിക്കോസ് നമ്മുടെ ആ ഒരു എന്താണ് ആ ഒരു പാറ്റേൺ കണ്ടാൽ തന്നെ അറിയാമല്ലേ, കുറേ വേരിയേഷൻസ് അവിടെ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മുടെ പ്രഡിക്ഷൻസ് വർക്ക് ചെയ്യുക. സോ അതിൻ്റെതായ ഇഷ്യൂസൊക്കെ ഇതിലുണ്ടാവാം. ഓക്കെ, സോ പോസിറ്റീവ് ആയിരുന്നു വരേണ്ടത്, ബട്ട് നെഗറ്റീവ് ആയിട്ടാണ് എന്തോന്ന് ട്രൂ ലേബിൾ വന്നിരിക്കുന്നത്. പ്രിഡിക്ഷൻ പോസിറ്റീവ് ആണ്, ബട്ട് ട്രൂ ലേബിൾ നെഗറ്റീവ് ആണ്. ഓക്കെ, സോ എന്തുകൊണ്ടായിരിക്കാം എൻജോയ്ഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു വേർഡ്സ്, പോസിറ്റീവ് മീനിങ് വരുന്ന വേർഡ്സ് കുറേ റിപ്പീറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നിരിക്കുന്നത്. ഇനി നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ H5 എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കാം, മോഡൽ ഡോട്ട് സേവ് കൊടുക്കാം. നമ്മളൊരു മോഡൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കംപ്ലീറ്റ്ലി സേവ് ചെയ്യാൻ പറ്റും. ഒരു സ്പെസിഫിക് ഫയൽ നെയിമിൽ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനെ ഡീകോഡ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം സെൻറ്റിമെൻറ്റ് മോഡൽ ഡോട്ട് H5 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്റ്റൻഷൻ വേറെ ഏതെങ്കിലും എക്സ്റ്റൻഷൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇത് തന്നെ ഇത് റൺ ചെയ്യുന്നുണ്ട്. സോ വാണിംഗ് വരും, അതൊക്കെ നമുക്ക് നോക്കാം. മോഡൽ ഡോട്ട് സേവ് നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഫോൾഡറിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. കണ്ടോ, സെൻറ്റിമെൻറ്റ് മോഡൽ ഡോട്ട് H5 എന്ന് പറയുന്ന ആ ഒരു ഫയല് നമ്മുടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇനി ആ ക്വറി നമ്മളൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ എറർ ആയിരിക്കും വരുന്നത് കേട്ടോ. സോ അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ വരാം. ദെൻ നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. നമുക്കിതിനെ ലോഡ് ചെയ്യണം. ഇനി ഈ മുകളിൽ ചെയ്ത പ്രോസസ്സിനൊന്നും നമുക്കിനി മോഡിഫിക്കേഷൻ ഒന്നും വരുത്താൻ പറ്റില്ല. ആ മോഡലിനെ നമുക്ക് ഒരു മോഡിഫിക്കേഷനും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു മോഡലിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ മോഡിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും ആ ഒരു മോഡലിലേക്ക് റിഫ്ലക്റ്റ് ആവുകയില്ല. ഇവിടെ എന്ത് ചെയ്താലും അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ആവുകയില്ല. സോ ആ ഒരു മോഡലിനെ നമുക്കിനി വീണ്ടും ലോഡ് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, ടെൻസർഫ്ലോയിൽ ലോഡ് ഡാറ്റ നമ്മൾ റോഡ് മോഡൽ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഏറ്റവും ടോപ്പിൽ പോവാം. ഇല്ല. സോ നമുക്ക് താഴെ തന്നെ കൊടുക്കാം വീണ്ടും ലോഡ് ചെയ്യുന്ന ടൈമിൽ. സോ അതിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തിടുന്നുണ്ട് കേട്ടോ ലോഡിലേക്ക്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രം sklearn ഡോട്ട് sklearn അല്ല ടെൻസർഫ്ലോ ഡോട്ട് കേറാസ് ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, ലോഡ് അണ്ടർസ്കോർ മോഡൽ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ലോഡഡ് ഡാറ്റ സെറ്റിനെ എടുക്കണ്ടേ. സോ ലോഡഡ് അണ്ടർസ്കോർ മോഡൽ കൊടുത്തിട്ടുണ്ട് ഈക്വൽസ് ലോഡ് അണ്ടർസ്കോർ മോഡൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ ഡബിൾ കോട്ട്സിൽ ആ ഒരു ഫയലിൻ്റെ നെയിമും കൂടി കൊടുക്കാം. കൊടുത്തത് എന്താണ്, സെൻറ്റിമെൻറ്റ് അണ്ടർസ്കോർ മോഡലാണ് കൊടുത്തത് ഡോട്ട് H5 കൊടുക്കാം. ദെൻ റൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ലോഡഡ് മോഡലിന് വേണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, സോ അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഞാൻ ജസ്റ്റ് മോഡൽ മാത്രം ഇവിടെ കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. സോ ലോഡഡ് മോഡൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഇനി വേണമെങ്കിൽ നമ്മൾ നേരത്തെ മോഡൽ യൂസ് ചെയ്ത മാതിരി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളൊരു മോഡൽ RNN മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ദെൻ ആ റിവ്യൂ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കിനി ചെറിയൊരു പോർഷൻ ഓഫ് NLP കൂടി കവർ ചെയ്യാം.
അതിനു മുമ്പ് ഇതിൽ എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ വന്നത്. സോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സോ നെഗറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രൂ ലേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് NLPൻ്റെ പോർഷനാണ്. ഇതിലാരുമില്ലേ? സോ നമ്മളൊരു മോഡലിനെ എങ്ങനെ സേവ് ചെയ്യണമെന്നും അതേപോലെ തന്നെ റീലോഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് NLPൻ്റെ പോർഷനെ കൂടി വെച്ച് പറഞ്ഞുതരാം. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഡീപ്പ് ലേണിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. സോ ഇനി അതിൽ പ്രത്യേകിച്ച് വേറെ പോർഷൻസ് നമ്മുടെ കയ്യിലില്ല. സോ NLPൻ്റെ ജസ്റ്റ് പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ അതിൻ്റെ ഫയൽ നെയിം NLP തന്നെയാണ് കൊടുക്കുന്നത്. സെൻറ്റൻസ് വെച്ചിട്ട് ടോക്കണൈസേഷൻ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടോക്കണൈസർ യൂസ് ചെയ്തിട്ട് സെൻറ്റൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു സാമ്പിൾ ഡാറ്റ സെറ്റ് നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കറസ്പോണ്ടിങ് എന്താണ് പ്രിഡിക്ഷനും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. NLPയിൽ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എന്താണ് NLP എന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞുതരാം. NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെയിം കേട്ടാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കാം. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, NLP എന്ന് പറയുക. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ആണ് NLP എന്ന് പറയുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. സോ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ എന്താ പറയുക, ഒരു ലിംഗ്വിസ്റ്റിക് മെത്തേഡ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാനും അതേപോലെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഹ്യൂമൻ ലാംഗ്വേജ് പോലെ ലൈക്ക് ടെക്സ്റ്റോ അല്ലെങ്കിൽ സ്പീച്ചോ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ NLP എന്ന് പറയുന്നത്. സോ നമ്മൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് നമ്മൾ ടീച്ച് ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടേഴ്സിനെ ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ് NLP എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് നമുക്ക് NLP വേണ്ടതെന്ന് വെച്ചാൽ
നമ്മൾ വേർഡ്സ് ഹ്യൂമൻസ് ചെയ്യുന്ന വേർഡ്സ് കാര്യങ്ങളൊന്നും കമ്പ്യൂട്ടറിന് അത്ര ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. സോ അവർക്ക് നമ്പേഴ്സ് വാല്യൂസ്, അതായത് ബൈനറി നമ്പേഴ്സ്, സീറോസ് ആൻഡ് വൺസ് ആണ്. മെഷീൻ ലാംഗ്വേജ് കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ആ ഒരു ലാംഗ്വേജിലായിരിക്കും മെഷീൻസിനൊക്കെ മനസ്സിലാവുക, അല്ലെങ്കിൽ ആ ഒരു വേ, അല്ലെങ്കിൽ ആ ഒരു മെഷീൻസിന് ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, ബൈനറി നമ്പേഴ്സ് ആണ്. സോ നമുക്ക് കുറച്ചും കൂടി ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കതിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീനിനെ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ NLP എന്ന് പറയുന്നത് ഒരു ടെക്നിക്ക് പോലെ ടെക്സ്റ്റിനോ സ്പീച്ചിനോ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് മെഷീൻസിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് NLP എന്ന് പറയുന്നത്. സോ ഈവൻ ചാറ്റ് ബോട്ട്സ് ആവാം, അല്ലെങ്കിൽ വെർച്വൽ അസിസ്റ്റൻസ് ആവാം, ലൈക്ക് സിറി, അലക്സ, ഗൂഗിൾ അസിസ്റ്റൻസ് ഒക്കെ ആവാം. സെന്റിമെന്റ് അനാലിസിസ് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ പോലുള്ള സെന്റിമെന്റ്സ് അനലൈസ് ചെയ്യുന്നതാവാം. ഇപ്പോൾ മെഷീനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇതേപോലെ ഇമെയിൽ, സ്പാം ഡിറ്റക്ഷൻ, അങ്ങനെ ഒത്തിരി പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു ടെക്സ്റ്റ് ആണെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്തെടുക്കുക, സ്പീച്ച് റെക്കഗ്നേഷൻ, അങ്ങനെയുള്ള കുറേ പർപ്പസുകൾ നമുക്ക് വരുന്നുണ്ട്. NLPന്റെ സ്റ്റെപ്സ്, മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് പറഞ്ഞാൽ ഫസ്റ്റ് ടെക്സ്റ്റ് പ്രിപ്പറേഷൻ ആണ്. സോ ടെക്സ്റ്റിനെ എന്താ പറയുക, കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കും. നമ്മളൊരു ഡാറ്റ സെറ്റിനെ കിട്ടി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കൂലേ, ആസ് ദ സെയിം വേ ആ ഒരു ടെക്സ്റ്റ് ഡാറ്റേനെയും എന്ത് ചെയ്യും, ക്ലീൻ ചെയ്തെടുക്കും. പങ്ക്ച്വേഷൻസ് റിമൂവ് ചെയ്യും, അതേപോലെ സ്റ്റോപ്പ് വേർഡ്സ് റിമൂവ് ചെയ്യും, അതേപോലെ ടോക്കണൈസേഷൻ ചെയ്യും. അതായത് ഒരു വേർഡിനെ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്തെടുക്കും. ലെമറ്റൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെമ്മിങ് എന്ന് പറയും. സോ അതിന്റെ റൂട്ട് വേർഡ്, ബാക്കി പോർഷനൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് റൂട്ട് ഫോം എന്താണെന്ന് കണ്ടുപിടിക്കും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നതാണ്, ഇത് ടെക്സ്റ്റ് പ്രീ പ്രോസസ്സിംഗിൽ വരുന്നതാണ് കേട്ടോ ഇത്രയും സ്റ്റെപ്സ്. ക്ലീൻ ചെയ്യും, ടോക്കണൈസേഷൻ, ലെമറ്റൈസേഷൻ, സ്റ്റെമ്മിങ്. ഓക്കെ. ദെൻ അത് കഴിഞ്ഞ ശേഷമാണ് എന്ത് വരുന്നത്, ഫീച്ചർ എക്സ്ട്രാക്ഷൻ വരുന്നത്. ആ ടെക്സ്റ്റിനെ എന്താക്കും, ന്യൂ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. ബാഗ് ഓഫ് വേർഡ്സ് എന്ന് പറയും, BOW എന്ന് പറയും. ബാഗ് ഓഫ് വേർഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് TF-IDF ആണ്. ടേമിന്റെ ഫ്രീക്വൻസി, ടേം ഫ്രീക്വൻസി, ദെൻ ഇൻവേഴ്സ് ഡോക്യുമെന്റ് ഫ്രീക്വൻസി എന്ന് പറയും അതിനെ. സോ ഓരോ വേർഡിന്റെ ചില വേർഡ്സ് നമ്മൾ നീഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സിലെ ചില വേർഡ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാ സെന്റൻസിലും. ദി, എസ്, വാസ്, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഒക്കെ. ദെൻ അതേപോലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് അത്ര അധികം റിപ്പീറ്റ് ചെയ്യുന്നും ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള വേർഡ്സിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ TF-IDF വെക്ടറൈസേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ വേർഡിനെ എംബഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മളൊരു മോഡലിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ഐദർ മെഷീൻ ലേണിംഗ് മോഡൽ ലൈക്ക് നെയ്വ് ബേസോ SVM നമുക്ക് യൂസ് ചെയ്യാം മോഡലിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗിൽ തന്നെ RLNO വേറെ ഏതെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ അല്ലെങ്കിൽ GPT വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ദെൻ പ്രിഡിക്ഷനും ജനറേഷനും ആണ് വരുന്നത്. ടെക്സ്റ്റിനെ ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സമ്മറൈസ് ആണോ എന്താണോ നമ്മുടെ പർപ്പസ് വരുന്നത് അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ നമ്മൾ സിമ്പിളായിട്ട് RNN തന്നെ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടുന്ന ലൈബ്രറീസ് ഒക്കെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് വെക്കുവാണ്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സെല്ലിൽ ഇമ്പോർട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് pandas as PD, then from TensorFlow dot keras dot pre-processing dot കൊടുക്കുക. ടെക്സ്റ്റ് ആണ് പ്രീ പ്രോസസ് ചെയ്യുന്നത്. സോ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ട് കൊടുക്കുക ടോക്കണൈസർ, ഇമ്പോർട്ട് ടോക്കണൈസർ കൊടുക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് ലൈനിൽ ഫ്രം TensorFlow dot keras dot pre-processing dot sequence dot സീക്വൻസ് സ്റ്റാർട്ടില്ല, അതിൽ നിന്ന് നമുക്ക് പാഡ് സീക്വൻസ് ഇമ്പോർട്ട് ചെയ്യാം. സോ ഇമ്പോർട്ട് കൊടുക്കുക പാഡ് അണ്ടർസ്കോർ സീക്വൻസസ് കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമുക്ക് സീക്വൻഷ്യലും വേണം, ബിക്കോസ് നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. സോ ഫ്രം TensorFlow dot keras dot models, then import then next മോഡൽസിൽ നിന്ന് നമുക്ക് സീക്വൻഷ്യൽ ഇമ്പോർട്ട് ചെയ്യാം. സോ സീക്വൻഷ്യൽ, then
TensorFlow dot heroes dot layers import embedding comma simple RNN കൊടുക്കാം comma then നമുക്ക് ഡെൻസ് ലെയറും കൂടി വേണം സോ ഡെൻസും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട് then റൺ ചെയ്യാം സോ നമ്മുടെ ഇമ്പോർട്ട്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് then അതിന് ശേഷം നമുക്കൊരു സാമ്പിൾ ഡാറ്റ സെറ്റ് ചെയ്യാം എന്നിട്ട് ഇത് എന്തിനാണ് യൂസ് ചെയ്തത് എന്തായിരുന്നു ആ ടെൻസർഫ്ലോന്റെ അവിടെ ഒരു 4 വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ 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 ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം ഓക്കെ അത് കറക്റ്റ് ആയിട്ടുണ്ട് പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്തു ബട്ട് ടെൻസർഫ്ലോയും കൂടി ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനുണ്ട് പാണ്ടാസ് നമുക്ക് ആവശ്യം വരില്ല ബിക്കോസ് നമ്മൾ ടെൻസർഫ്ലോന് പകരം നേരെ ഇമ്പോർട്ട് ചെയ്തത് പാണ്ടാസ് ആയിപ്പോയി ഇമ്പോർട്ട് കൊടുക്കുക ടെൻസർഫ്ലോ ആസ് TF കൊടുക്കുക then റൺ ചെയ്യാം ഓക്കെ സോ കംപ്ലീറ്റ്ലി നമ്മുടെ ഇമ്പോർട്ട്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സിമ്പിൾ ഡാറ്റ സെറ്റ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് സോ സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഈക്വൽസ് ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് സോ നമുക്ക് ഇഷ്ടമുള്ള റിവ്യൂസ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ സോ ഞാൻ കുറച്ച് കണ്ടന്റ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട് സോ ഐ ലവ് ദിസ് മൂവി comma quotes then next one this film was great the next one കൊടുക്കുന്നുണ്ട് again comma കൊടുക്കുക ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ I really enjoyed it then terrible okay so terrible movie then comma next one Durga I hate this film നെഗറ്റീവ് റിവ്യൂസും പോസിറ്റീവ് റിവ്യൂസും നമുക്ക് വേണമല്ലോ സോ രണ്ടും കൊടുത്തു നോക്കാം കേട്ടോ then അതേപോലെ ഇറ്റ് വാസ് സോ ബാഡ് ഡയറക്റ്റ്ലി നെഗറ്റീവ് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് റൺ ചെയ്യുക നമ്മൾ സിമ്പിൾ ഡാറ്റ സെറ്റ് ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് ദെൻ ഇതിൻ്റെ കറസ്പോണ്ടിങ് ലേബിൾസ് അതായത് ഔട്ട്കം എന്താണെന്നും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം സോ ലേബിൾസ് ഈക്വൽസ് ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഫസ്റ്റ് വൺ പോസിറ്റീവ് ആണ് സോ 1 സെക്കൻഡ് വൺ പോസിറ്റീവ് ആണ് സോ 1 തന്നെ കൊടുക്കുന്നുണ്ട് കോമ 1 ദെൻ ടെറിബിൾ മൂവി എന്ന് പറയുമ്പോൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യാം അതേപോലെ ഐ ഹേറ്റ് ദിസ് ഫിലിം 0 0 സോ ബാഡ് സോ 1 എന്ന് പറയുന്നത് പോസിറ്റീവും 0 എന്ന് പറയുന്നത് നെഗറ്റീവ് റിവ്യൂസിനെയാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ദെൻ നമ്മൾ എന്ത് ചെയ്തു ഡാറ്റ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ ടാർജറ്റ് എന്താണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം ടോക്കണൈസ് ചെയ്യണം സോ അതിന് വേണ്ടിയിട്ട് ടോക്കണൈസർ ഈക്വൽസ് ടോക്കണൈസർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്പർ_വേർഡ്സ് ഈക്വൽസ് ഒരു 10,000 കൊടുക്കാം ഓക്കെ സോ നമ്പർ ഓഫ് വേർഡ്സ് 1000 കൊടുത്തിട്ടുണ്ട് ദെൻ ടോക്കണൈസർ ഡോട്ട് ഫിറ്റ് _on_ ടെക്സ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ സെൻറ്റൻസസ് കൊടുക്കുന്നുണ്ട് ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക സീക്വൻസസ് ഈക്വൽസ് ടോക്കണൈസർ ഡോട്ട് ടെക്സ്റ്റ് ടു സീക്വൻസസ് ആ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ആ ഒരു സെൻറ്റൻസിനെ നമ്മളിവിടെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സീക്വൻസസ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലേക്കാണ് നമ്മൾ ടോക്കണൈസറിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഒപ്പം ടെക്സ്റ്റ് സീക്വൻസിൻ്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് സോ നമ്മുടെ സെൻറ്റൻസസ് പാസ് ചെയ്യുന്നുണ്ട് ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആയിട്ടാണ് നമ്മൾ അവിടെ പാസ് ചെയ്യുന്നത് ദെൻ ഇത് റൺ ചെയ്ത് നോക്കാം സോ പാഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാഡ് സീക്വൻസ് ആണ് സോ അതിലെന്താ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സെയിം ലെങ്ത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെയിം ലെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പാഡ് സീക്വൻസ് പറയുന്നത് സോ എക്സ് ഈക്വൽസ് നോക്കുക പാഡ്_ സീക്വൻസസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ടോക്കണൈസർ എന്ന് പറയുന്നത് എന്താണ് ലൈക്ക് പറഞ്ഞുതരാം നമ്മുടെ വേർഡിൻ്റെ
ആ ഒരു ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ. പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ജസ്റ്റ് ഇതൊന്ന് ബിൽഡ് ചെയ്തിട്ട് ഞാൻ മൊത്തത്തിൽ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. സോ എക്സ് ഈക്വൽസ് പാത്ത് സീക്വൻസസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ സീക്വൻസസ് കൊമ്മ നെക്സ്റ്റ് പാഡിങ് ആണ്. പാഡിങ് ഈക്വൽസ് അത് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ആണ് പാഡിങ്ങിൻ്റെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എക്സും വൈയും ഫീച്ചേഴ്സും ടാർഗറ്റ്സ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. സോ ടി എഫ് ഡോട്ട് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ലേബിൾസ് കൊടുക്കുന്നുണ്ട്, ടാർഗറ്റ്സ്. സോ ഫീച്ചേഴ്സും ടാർഗറ്റ്സും കൊടുത്തതിന് ശേഷം നമുക്ക് ലേബിൾസിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് വരുന്നത്. ഓക്കെ, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. സോ എക്സും വൈയും കൊടുത്ത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് മോഡൽ ഒന്ന് ബിൽഡ് ചെയ്യാം. സോ മോഡൽ ഈക്വൽസ് സീക്വൻഷ്യൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, എംബഡിങ് ഇൻപുട്ട് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ഇൻപുട്ട് അണ്ടർസ്കോർ ഡയമെൻഷൻ കൊടുക്കുക. 1000 ആണ് നമ്മൾ കൊടുത്തിരുന്നത് ഇനീഷ്യലി. സോ 1000 തന്നെ കൊടുക്കുന്നുണ്ട്. ദെൻ ഔട്ട്പുട്ട് ഡയമെൻഷൻ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളത് കൊടുക്കുക. സോ ഔട്ട്പുട്ട് അണ്ടർസ്കോർ DIM ഈക്വൽസ് 16 കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻപുട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ എക്സിൽ ഫസ്റ്റ് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഇൻപുട്ട് ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഡോട്ട് ഷേപ്പ് കൊടുക്കുക. ഷേപ്പ് സ്ക്വയർ ബ്രാക്കറ്റിൽ 0 കൊടുക്കുക. 0 അല്ല 1 വരും. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ സിമ്പിൾ ആർനൻ, നമ്മൾ ഓരോ ലെയർ കൊടുക്കൂല, അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുന്നത് സിമ്പിൾ ആർനൻ ആണ്. സിമ്പിൾ RNN യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 16 ആണെന്ന് പറഞ്ഞിരുന്നു. ദെൻ റിട്ടേൺ സീക്വൻസസ് ഈക്വൽസ് ഫോൾസ് കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ഡെൻസ് ലെയർ വേണം. സോ ഡെൻസ് ലാസ്റ്റ് ഔട്ട്പുട്ട് അല്ലെ ഒരു സിംഗിൾ ആണ്, നമുക്ക് ഒറ്റ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ദെൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ സിഗ്മോയിഡ് ആണ് കൊടുക്കുന്നത്, ബിക്കോസ് ബൈനറി ക്ലാസിഫിക്കേഷൻ അല്ലേ വരുന്നത്. സോ ആക്ടിവേഷൻ ഈക്വൽസ് സിംഗിൾ കോട്സ് എന്ത് കൊടുക്കുക, സിഗ്മോയിഡും കൊടുക്കുന്നുണ്ട്. ദെൻ ഈ ഒരു പ്രോസസ്സ് ഒന്ന് റൺ ചെയ്യുന്നുണ്ട്. മോഡൽ ക്രിയേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് സെല്ലിൽ എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് കമ്പൈൽ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഒപ്റ്റിമൈസർ ഈക്വൽ സിംഗിൾ കോട്സിൽ ആഡം ഒപ്റ്റിമൈസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ലോസ് ഫംഗ്ഷൻ ബൈനറി ക്രോസ് എൻട്രോപ്പി ആണ് യൂസ് ചെയ്യുക. സോ ലോസ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ബൈനറി ക്രോസ് എൻട്രോപ്പി കൊടുക്കുക. ദെൻ കോമ നെക്സ്റ്റ് വൺ മെട്രിക്സ് ആണ്. സോ മെട്രിക്സ് ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കുക, ആക്യുറസി കൊടുക്കുക. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്യണം. സോ ഇത് റൺ ചെയ്തതിന് ശേഷം ഓക്കെ കമ്പൈൽ ലോസ് ഇൻഡെക്സ് കൂടി. ഓക്കെ, ദെൻ നമ്മുടെ ട്രെയിനിങ് പ്രോസസ് ആണ് വരുന്നത്. സോ ഹിസ്റ്ററി നേരത്തെ ചെയ്ത പോലെ തന്നെ ഹിസ്റ്ററി ഈക്വൽസ് ഇത് കൊടുക്കുന്നുണ്ട്. മോഡൽ ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഓക്കെ എക്സ് കോമ വൈ ദെൻ കോമ എപ്പോക്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. സോ എപ്പോക്സ് ഈക്വൽസ് 20 എപ്പോക്സ് ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വെർബോസും കൂടി കൊടുക്കുന്നുണ്ട്. സോ വെർബോസ് ഈക്വൽസ് 0 സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക. സോ ട്രെയിനിങ്ങിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പ്രിഡിക്ഷൻ ആണ്. പ്രിഡിക്ഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് കൊടുക്കുക, ടെസ്റ്റ് അണ്ടർസ്കോർ സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ കൊടുക്കുന്നുണ്ട്. സെൻറ്റൻസസ് ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റ്സ് കോട്സിൻ്റെ ഉള്ളിൽ നമുക്ക് 2 സെൻറ്റൻസ് ഒന്ന് കൊടുത്ത് നോക്കാം. ഇത് കൊടുക്കുക, ഐ എൻജോയ്ഡ് ദ ഫിലിം. അതേപോലെ തന്നെ കോമ നെക്സ്റ്റ് വൺ എന്ത് കൊടുക്കുക, ഇറ്റ് വാസ് ഓഫുൾ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. ഇറ്റ് വാസ് ഓഫുൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ടെസ്റ്റ് അണ്ടർസ്കോർ STQ ഈക്വൽസ് ടോക്കണൈസർ ഡോട്ട്
text to underscore sequences, then function brackets test sequences കൊടുക്കുക. So test underscore sequences കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ടെക്സ്റ്റ് പാഡും കൂടി കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് പാഡ് അണ്ടർസ്കോർ സീക്വൻസസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് സീക്വൻസ് കോമ നെക്സ്റ്റ് മാക്സ് ലെങ്ത് ആണ്. സോ മാക്സ് len ഈക്വൽസ് എക്സ് ഡോട്ട് ഷേപ്പ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം കോമ പാഡിങ് കൊടുക്കുക. പാഡിങ് ഇവിടെയും പോസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. പാഡിങ് ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം ഇതിൽ ടെസ്റ്റ് സീക്വൻസിൻ്റെ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ടെസ്റ്റ് സീക്വൻസ് അല്ല, സെൻറ്റൻസസ് ആയിരുന്നു. സെൻറ്റൻസസ് ഓക്കെ. നെക്സ്റ്റ് വൺ പ്രഡിക്ഷൻ ആണ്. സോ predictions equals model dot predict ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് അണ്ടർസ്കോർ പാഡ് കൊടുക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ പ്രഡിക്ഷൻ അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താലും മതി. ഇതിന് ശേഷം കോമ ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ predictions greater than 0.5 then അതിൻ്റെ ടൈപ്പ് ചേഞ്ച് എഴുതാം. സോ ആസ് ടൈപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സിൽ എന്ത് കൊടുക്കുക, int 32 then ഡോട്ട് ഫ്ലാറ്റൺ കൊടുക്കുന്നുണ്ട്. സോ ആ ലെയർ ഫ്ലാറ്റൺ ചെയ്യുന്നുണ്ട്. സോ 1 ഡയമെൻഷനിലാക്കുന്നുണ്ട് ആ ഡാറ്റേനെ കംപ്ലീറ്റ്ലി. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം പ്രഡിക്ഷൻ വർക്ക് ആവുന്നുണ്ടോ ഇല്ലോ. സോ 0 ആയിട്ട് തന്നെയാണ് പ്രഡിക്ഷൻ നടന്നിരിക്കുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഫസ്റ്റ് ഒരു ഓവർവ്യൂ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഡാറ്റ സെറ്റിനെ ഒരു ചെറിയ കുറച്ച് സെൻറ്റൻസസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ടോക്കണൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേർഡിനെ എന്താക്കണം, ന്യൂമറിക്കലി കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഇനീഷ്യലി പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു വേർഡിനെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ അതിൻ്റെ പല ഫീച്ചേഴ്സും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യും. സോ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടോക്കണൈസർ യൂസ് ചെയ്തിട്ട് ആ വേർഡിനെ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞ ശേഷം പാഡ് സീക്വൻസസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈക്വൽ ലെങ്ത് ആണോ, ഇൻപുട്ടിൻ്റെ ലെങ്ത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ എംബഡിങ് ചെയ്യുന്നുണ്ട്. അതായത് വേർഡിനെ വെക്ടേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എംബഡിങ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ സിമ്പിൾ RNN ആണ് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു സീക്വൻസ് പാറ്റേൺസിനെ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ RNN ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നമ്മുടെ ഡെൻസ് ലെയർ ആണ്. സോ ആ ഒരു സെൻറ്റിമെൻറ്റ് പ്രിഡിക്റ്റ് ചെയ്യുന്നത് ആ ഒരു ഡെൻസ് ലെയറിലായിരിക്കും വരുന്നത് കറക്റ്റ് ആയിട്ട്. നെഗറ്റീവ് ആണെങ്കിൽ 0 ആയിട്ടും 1 ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. ദെൻ പ്രിഡിക്ഷൻ അവിടെ എന്താണ് പുതിയ സെൻറ്റൻസിനെ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് അതായത് 1, 0 എന്നുള്ള രീതിക്കായിരിക്കും നമ്മുടെ പ്രിഡിക്ഷൻസ് വരിക. സോ ബട്ട് നമുക്ക് വേണ്ടത് എന്തായിരുന്നു, 1, 0 എന്നുള്ള രീതിക്കായിരുന്നു. ബട്ട് നമുക്ക് കിട്ടിയ പ്രഡിക്ഷൻ എന്തായിരുന്നു, 0, 0 എന്നായിരുന്നു അല്ലേ. ഫസ്റ്റത്തെ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, പോസിറ്റീവ് ആയിരുന്നില്ലേ. ബട്ട് പ്രഡിക്ഷൻ വന്നതോ നെഗറ്റീവ് ആയിട്ടാണ്. നമ്മളിവിടെ 2 സെൻറ്റൻസ് ആണ് കൊടുത്തത് അല്ലേ. സോ ബട്ട് നമുക്കത് നെഗറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോഡി വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ല, ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. 0.5നേക്കാളും കുറവായിരിക്കും ചിലപ്പോൾ അതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. ഓക്കെ, സോ ഇനി കോഡിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇനീഷ്യലി ഈ ഒരു പോർഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ആദ്യം തൊട്ട് പറയാം. ടെൻസർഫ്ലോ ഡീപ് ലേണിംഗ് ഫ്രെയിം വർക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ടോക്കണൈസർ വേർഡിനെ നമ്പറേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടോക്കണൈസർ ആണ്. ദെൻ പാഡ് സീക്വൻസസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു സീക്വൻസ് അല്ലെങ്കിൽ സെയിം ലെങ്ത് അല്ലേ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ലീനിയർ സ്റ്റാക്ക് ഓഫ് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സീക്വൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യുന്നത്.
ദെൻ എംബഡിങ്ങിൽ നമ്മുടെ വേർഡ്സിനെ ഡെൻസ് വെക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംബഡിങ് യൂസ് ചെയ്യുന്നത്. ഒരു റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ ആറിനാണ് ഇവിടെ ലെയറിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഡെൻസിൽ ഫുള്ളി കണക്റ്റഡ് ലെയേഴ്സ് ഔട്ട്പുട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൻസ് നമ്മൾ ലാസ്റ്റ് ലെയറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്തത് എന്താണ്, ഒരു സിമ്പിൾ ഡാറ്റാ സെറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ചെറിയ സ്മോൾ ആയിട്ടുള്ള ഒരു ഡാറ്റാ സെറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് ലേബിൾസ് എന്ന് പറയുന്നത് ഇത് 0 or 1 ആണ്. 0 നെഗറ്റീവിനെയും 1 പോസിറ്റീവിനെയും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ടോക്കണൈസേഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഇത്. ടോക്കണൈസർ യൂസ് ചെയ്യുന്നതിന് ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനെ പറയുക. ടോക്കണൈസർ ബ്രാക്കറ്റിൽ നമ്പർ ഓഫ് വേർഡ്സ് 1000 കൊടുത്തിട്ടുണ്ട്. സോ ടോപ്പ് 1000 ആയിട്ടുള്ള മോസ്റ്റ് ഫ്രീക്വന്റ് വേർഡ്സിനെ ആയിരിക്കും അവിടെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ടോപ്പ് 1000 വേർഡ്സിനെ അവിടെ കീപ്പ് ചെയ്യും. ദെൻ ഫിറ്റ് ടു ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു സെന്റൻസിൽ നിന്ന് വൊക്കാബുലറി ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ടു സീക്വൻസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഐ ലവ് ദിസ് മൂവി നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് എടുക്കുവാണെങ്കിൽ ഐനെ 1 ആയിട്ടും ലവിനെ 2 ആയിട്ടും ദിസിനെ 3 ആയിട്ടും അതേപോലെ തന്നെ മൂവിനെ 4 ആയിട്ടും കൺസിഡർ ചെയ്യും. അങ്ങനെ ഓരോ വേർഡ്സിനും ഓരോ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ കൊടുക്കും. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് ആണ് പാഡ് സീക്വൻസ് എന്ന് പറയുന്നത്. ആ ഒരു സെയിം ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരുന്നു. സോ സെന്റൻസസിന് ഡിഫറെന്റ് ലെങ്ത് ഉണ്ടാവും. ചിലപ്പോൾ ചില സെന്റൻസിന് 2 വേർഡ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 4 ഉണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാവാം. സോ ആ ഒരു വേർഡ് ഫ്രീക്വൻസി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, പാഡ് സീക്വൻസസ് യൂസ് ചെയ്യുന്നത്. സോ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ എൻഡിൽ എന്തായിരിക്കും 0 ആഡ് ചെയ്യും. ഓക്കെ, സോ എല്ലാ സീക്വൻസസിന്റെയും എൻഡിൽ ഈക്വൽ ലെങ്ത് അല്ലെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ട് 0 ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു, അത് എക്സ്. വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ലേബിൾസ്, അതായത് ടെൻസറിന് നമ്മുടെ ലേബിൾസ് ആയിരുന്നു വൈയിൽ വരുന്നത്. സോ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ മോഡൽ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു എംബഡഡ് ലെയർ ഉണ്ട്. സോ അതിൽ വേർഡ്സിന്റെ ഐഡീസ് വെച്ചിട്ട് ഡെൻസ് വെക്ടേഴ്സ് സൈസ് 16 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളതിനെ വേർഡ്സിന്റെ കൗണ്ട് ചേഞ്ച് ചെയ്യുവാണ്. ദെൻ ഇൻപുട്ട് ഡയമെൻഷൻ എന്ന് പറയുന്നത് 1000 ആണ്. സോ അത് നമ്മുടെ വൊക്കാബുലറി സൈസ് ആണ്. ഇൻപുട്ട് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്, ദെൻ ഇൻപുട്ട് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സെന്റൻസസിന്റെ ലെങ്ത്, പാഡിങ്ങിന് ശേഷമുള്ള സെന്റൻസിന്റെ ലെങ്ത് ആണ് നമ്മൾ ആ ഇൻപുട്ട് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ സിമ്പിൾ RNN കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നമ്മൾ 16 ഹിഡൻ ലെയേഴ്സ് ആണ് നമ്മൾ ഹിഡൻ യൂണിറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദെൻ വേർഡ്സിനെ റീഡ് ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യും, സീക്വൻഷ്യലി അറ്റ് എ ടൈം 1 വേർഡ് വെച്ചിട്ട് സീക്വൻഷ്യലി എന്ത് ചെയ്യും, എംബഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, റിട്ടേൺ സീക്വൻസ് പറഞ്ഞാൽ നമ്മൾ ഫോൾസ് കൊടുത്തിട്ടുണ്ട്. സോ ഔട്ട്പുട്ട്, അതായത് ഫൈനൽ ഹിഡൻ സ്റ്റേറ്റിൽ മാത്രമാണ് ആ റിട്ടേൺ ചെയ്യുക. ഓക്കെ, അല്ലാതെ എല്ലാ ഓരോ സ്റ്റെപ്പിലും നമുക്കത് റിട്ടേൺ ചെയ്യില്ല. ഔട്ട്പുട്ട് ഫൈനൽ ഹിഡൻ സ്റ്റേറ്റിൽ മാത്രമാണ് നമുക്കത് റിട്ടേൺ ചെയ്യുക കേട്ടോ. സോ 16 ഹിഡൻ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തതാണ് ആ ഡെൻസ് ലെയർ പറയുന്നത്. സോ ഡെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഫുള്ളി കണക്റ്റഡ് ലെയറിനെയാണ് നമ്മൾ ഡെൻസ് എന്ന് പറയുക. സോ ബൈനറി ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റിയിൽ 0s ഉം 1s ഉം ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ അതിൽ നമ്മൾ സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് 0s 1 ആയതുകൊണ്ടാണ് നമുക്കത് യൂസ് ചെയ്യേണ്ടി വന്നത് ലാസ്റ്റ് ലെയറിൽ. സോ അതിനുശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്തു, മോഡൽ ഡോട്ട് കമ്പൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആഡം ഒപ്റ്റിമൈസർ ആണ് നമ്മൾ എഫിഷ്യൻസി, വെയ്റ്റ്സിന്റെ എഫിഷ്യൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ബൈനറി ക്രോസ് എൻട്രോപ്പി ആണ് യൂസ് ചെയ്യുന്നത്. സോ യെസ് ഓർ നോ അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ഡാറ്റ ആണെങ്കിൽ നമുക്ക് ബൈനറി ക്രോസ് എൻട്രോപ്പി ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ മെട്രിക്സ് ആക്യുറസി കൊടുത്തിട്ടുണ്ട്. സോ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ആക്യുറസി കൊടുത്തിരിക്കുന്നത്. ദെൻ ഹിസ്റ്ററി ഈക്വൽസ് എന്ത് കൊടുത്തിട്ടുണ്ട്, മോഡൽ ഡാറ്റ ഫിറ്റ് എക്സ് കോമ വൈ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് പാഡഡ് സീക്വൻസ് ആണ്, വൈ എന്ന് പറയുന്നത് നമ്മുടെ ലേബിൾസ് ആണ്. ദെൻ എപ്പോക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ഡാറ്റ സെറ്റ് 20 തവണ ഹൈട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെർബോസ് ഈക്വൽസ് 0 കൊടുത്തിട്ടുണ്ട്, അതായത് ട്രെയിനിങ് ഔട്ട്പുട്ട് ഇല്ല, വേണ്ട എന്നുള്ള രീതിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് കൊടുത്തു, നമ്മുടെ പ്രിഡിക്ഷൻ ആണ് നമ്മൾ കൊടുത്തത്, ടെസ്റ്റ് പ്രിഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തതാണ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും, ആ ടെക്സ്റ്റ് സെന്റൻസിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തത്, ടെക്സ്റ്റ് ടു സെന്റൻസസ് സീക്വൻസസ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് സെന്റൻസസിന് കൊടുത്തത്. ദെൻ അതിനെ പാഡ് ചെയ്യും, പാഡ് സീക്വൻസസിൽ. ദെൻ അതിന് ശേഷം നമ്മുടെ ആ ഒരു മോഡൽ വെച്ചിട്ട് പ്രിഡിക്ഷൻ ആണ് ചെയ്യുന്നത്. സോ പ്രിഡിക്ഷൻ ഗ്രേറ്റർ ദാൻ 0.5 ആണെങ്കിൽ പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ 0 ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഒരു സിസ്റ്റം ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യും, ടെക്സ്റ്റിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും, ദെൻ പാഡ് സീക്വൻസ് ചെയ്യും, ദെൻ RNN മോഡൽ ഐദർ പോസിറ്റീവോ നെഗറ്റീവോ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും.
പ്രിഡിക്റ്റ് ചെയ്യുക സെന്റിമെന്റ്. പുതിയ ടെക്സ്റ്റ് വെച്ചൊക്കെ പ്രിഡിക്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മൾ ട്രെയിനിങ്ങിനാണെങ്കിലും ചെറിയ ഡാറ്റ കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ വന്നത്. വലിയ ഡാറ്റ സെറ്റ് ഒക്കെ ആണെങ്കിലും അത്രയും നല്ലതായിട്ട് ട്രെയിനിങ് തരും കേട്ടോ. സോ ഇത് NLPന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നിങ്ങൾ തന്നെ ടെക്സ്റ്റ് കൊടുത്ത് കുറച്ചും കൂടി വലിയ ഡാറ്റ ഒക്കെ വെച്ചിട്ട് ഒന്ന് കൊടുത്ത് നോക്കുക കേട്ടോ. അതിനിപ്പോൾ സിമ്പിളായിട്ട് ഒരു 5-6 സെന്റൻസ് ആണ് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോ ഇതിൽ ഇനി എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി വാട്സപ്പിൽ ചോദിച്ചാലും മതി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ തന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അങ്ങ് തുടങ്ങാം. ഓക്കെ. സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. താങ്ക് യു മാം. ഡീപ്പ് ലേണിംഗ് കഴിഞ്ഞില്ലേ? ആ, ഇനി ഏതാ ടോപ്പിക്? NLP ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ വിഷന്റെ ഒരു ചെറിയൊരു പോർഷനും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ നെക്സ്റ്റ് വീക്കോടുകൂടി നമ്മൾ ജാങ്കോ തുടങ്ങും.